gems are floating like germs and sperms. Humpty Dumpty. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. I am sorry, Aliya. I am sorry. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനില്ലേ അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. I am Padlal. Your sweet name please? ഭവാനി. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവ അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. മോനെ ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നു. എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ, അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ തെറ്റാണോ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? എന്തുകൊണ്ടൻ മുകുന്ദൻ. മുകുന്ദൻ റൂം ക്ലീനിങ് എവറി ഡേ. ദിസ് ക്ലീനിങ് മുകുന്ദൻ ക്ലീനിങ് വാട്ടർ സോപ്പടി ചൂല് ക്ലീനിങ് മുകുന്ദൻ. ഏത് ഷൺമു? ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ. ഓ എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? മുകുന്ദൻ നോക്കാം നോക്കാം യു ഗോ ആൻഡ് മുകുന്ദൻ കം യു കം. അല്ലാ രക്ഷപ്പെട്ടു. ഈ ചീനച്ചട്ടി എന്നെ കൊണ്ട് പോളുന്ന തോന്നുന്നു. ഒന്ന് ഇറക്കാൻ കൂടി ചന്ദ്ര. ഞാൻ ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവന്റെ ഒടുക്കത്തെ ചായ കുടി. നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചോ? അതെ, കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്ത് വയറിങ്ങിന് പോയാലേ എനിക്ക് പോയിന്റിന് ക്യാഷാ. അന്നാ ഞാൻ തരുന്ന കാശല്ലേ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിപൂശയെ പോലെ പെരുമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ. മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീധനമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. എന്ന് ഇയാളെ പിടിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ. സാരമില്ല, 2 മണിക്കുള്ള ബസ് വരെ സഹിച്ചാ മതിയല്ല. 2 മണിക്കുള്ള ബസ്സിന് താൻ എങ്ങാട് പോണു? ഞാനല്ല, നീയാണ് പോണത്. ഞാനവിടെ പോണു? ഞാനെങ്ങും പോണില്ല. നീ പോണില്ലേ? എടാ, നിന്നെ വെട്ടിയ ഗുണ്ടകൾ നിന്നെ തിരിച്ചറിഞ്ഞ പിന്നെ ഞങ്ങളുടെ ജീവനോട് അപകടത്തിലാവും. ഞാൻ ഇവിടെ വല്ല മുറിയിൽ ഇരുട്ടത്തിരുന്നോളാ. ഇരുട്ടത്തന്നെ ആരും കാണില്ലല്ല. ഇനി അഥവാ കണ്ടാ തന്നെ ബ്രേസീർ ഉണങ്ങാനിട്ടേക്കെന്ന് വിചാരിച്ചോളും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? നീ